എന്നാ പിന്നെ നിങ്ങൾ നടന്നു. ഈ പിള്ളേരുടെ കയ്യിൽ ഫീസ് വാങ്ങിച്ചിട്ട് വാടക കൊടുക്കാമെന്ന് തോന്നുന്നില്ല. ഞാൻ പോയി വല്ലവന്റെ പാക്കിട്ട് തപ്പട്ടെ. നല്ലതാ. തപ്പുമ്പോ ഇച്ചിരി കൂടുതൽ തപ്പിക്കോ. ഒന്ന് വൃത്തിയായി വെള്ളം അടിച്ച് മാസം രണ്ടായി. അപ്പൊ നാളെ കാണാം. പ്രിൻസിപ്പൽ സാറേ ഒന്നാണ് നിൽക്കണേ. ഒരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ പോയി കണ്ടില്ല, കോളേജിൽ പോയി കണ്ടില്ല. എനിക്ക് എന്റെ മോനെ സബ് ഇൻസ്പെക്ടർ ആക്കണം. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. നാളെ അവൻ ട്യൂട്ടോറിൽ വന്നു കഴിയുമ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞ് വിട്ടേക്കണം. ആ പേടിച്ചു തൂറിയ ഇൻസ്പെക്ടർ ആക്കാൻ തന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ട്രെയിനിങ്ങിന് സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഒരൊറ്റ ഞെട്ടിലാ അധീരൻ. കത്തിക്കുത്ത് കൊലപാതകം എന്നൊക്കെ വല്ലവരും പറയുന്ന കേട്ടാ മതി. ഇഷ്ടം അപ്പം മൂത്രമൊഴിക്കും. പോവാ. ഇനി അവനെ കോളേജിൽ കയറ്റരുത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, അതിപ്പോ ഞാൻ പറയുന്നു. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അതിനുള്ള പണി ഞാൻ നോക്കിക്കോളാം. ക്ലാസ് മുറിയിൽ വന്ന് എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന്റെ കരണക്കുറ്റിക്ക് അടിഞ്ഞ് ഞാൻ പിടിച്ചോണ്ടു പോകും. അതിന് തടസ്സം നിന്നാൽ എല്ലാത്തിനും ഞാൻ ചീത്ത വിളിച്ച് നാറ്റിക്കും. അതിനൊന്നും ഇടവരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.